സാർ നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പല അഭിപ്രായ പ്രകടനങ്ങളുടെയും കാര്യത്തിൽ കോടതി കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി വരെ തിരിച്ചു ചോദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കയ്യേറിയെന്ന് വിവരം ലഭിച്ചത് എങ്ങനെയാണ്? യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനം തന്നെ സുപ്രീം കോടതി തന്നെ ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും വിവാദമായിട്ടുണ്ട്. ഇത്തരത്തിലാണോ ഒരു പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കേണ്ടത്? അല്ല, ഈ കോടതിയുടെ ഈ നിരീക്ഷണത്തിലോട്ടുള്ള മറിച്ചൊരു ചോദ്യം, 2000 സ്ക്വയർ കിലോമീറ്റർ ചൈന കയ്യേറിയിട്ടില്ല എന്ന് സുപ്രീം കോടതിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സുപ്രീം കോടതിക്ക് എങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ് എന്ന് സുപ്രീം കോടതിക്ക് എങ്ങനെ മനസ്സിലായി? സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് വെച്ചാൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ സുപ്രീം കോടതി അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നമ്മുടെ മുന്നിലുള്ള വസ്തുതകൾ എന്ത്? നമ്മുടെ മുന്നിലുള്ള വസ്തുതകൾ ഇന്ത്യയുടെ ഈ നമ്മുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് പെർട്ടൈനിങ് ടു അൺഫെൻസ്ഡ് ലാൻഡ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസിൽ, അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ ഉൾപ്പെടെ പങ്കെടുത്ത കോൺഫറൻസിൽ PD നിത്യ എന്ന് പറയുന്ന SP, ലഡാക്കിലെ SP വളരെ വിശദമായിട്ട് ലഡാക്കിൽ ഉൾപ്പെടെ നടക്കുന്ന ചൈനീസ് കയ്യേറ്റത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഏകദേശം 65ഓളം PP പെട്രോളിംഗ് പോയിന്റ്സ് ഉള്ളതിൽ 26 എണ്ണം നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ. നമ്മുടെ 5 ഫിംഗേഴ്സ് എന്ന് പറയുന്നിടത്ത് നേരത്തെ നമ്മൾ പട്രോളിംഗ് നടത്തിയിരുന്നിടത്ത് പല സ്ഥലങ്ങളിലും ഇപ്പൊ പട്രോളിംഗ് നടക്കുന്നില്ല എന്നുള്ളതും, അത് ബഫർ സോണുകളായി, ആ ബഫർ സോണുകളിൽ ചൈന കയറി അവിടെ ചൈന പിന്നീട് നമ്മൾ പട്രോളിംഗ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുക്കുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇതിനകത്ത് അവരുടെ ആർമി ലെവലിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് 21 യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഫ്ലാഗ് മീറ്റിംഗ്സ് 21 നടന്നിട്ടുണ്ട്. അപ്പൊ ചൈന ഇന്ത്യയുടെ അതിർത്തി കയ്യേറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 21 യോഗങ്ങൾ നടന്നത് എന്നുള്ളൊരു ചോദ്യമില്ലേ? SP ഉൾപ്പെടെ അവിടുത്തെ പട്ടാളത്തിന്റെയും ഉൾപ്പെടെയുള്ള മേധാവികൾ അവിടെ നടന്നിട്ടുള്ള കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായും പങ്കെടുക്കുന്ന യോഗത്തിൽ വരെ പറഞ്ഞിരിക്കുന്നതിന്റെ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അത് അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ സാറ്റലൈറ്റ് മാപ്പിങ്ങിൽ ചൈന ഇന്ത്യക്കകത്ത് കയ്യേറിയിരിക്കുന്നതും അവിടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ പണിതുയർത്തുന്നു എന്നുള്ളത് ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ആയിട്ടുള്ള അക്സൈ ചിഹ്നകത്ത് കയറി 2 കൗണ്ടികൾ ചൈന ഉണ്ടാക്കി എന്നുള്ളതും അതിന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ചൈന ഇന്ത്യക്കകത്ത് കയറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യോഗങ്ങൾ നടന്നത്? എന്തിനാണ് കഴിഞ്ഞ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് നമ്മൾ എന്തെങ്കിലും ഇതിനകത്തൊരു സെറ്റിൽമെന്റ് ഉണ്ടാവണമെങ്കിൽ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയെങ്കിൽ മാത്രമേ അതിനകത്ത് സംസാരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള നിലപാടെടുത്തത്? എങ്ങനെയാണ് ഗാൽവനിൽ 20 സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി? ഞാൻ പല ചർച്ചകളിലും ഞാൻ BJPയുടെ പ്രതിനിധികളോട് ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. 20 സൈനികർ 2020 ഗാൽവനിൽ മരിച്ചത് ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് വെച്ചാണോ ചൈനയുടെ അതിർത്തിക്കകത്ത് വെച്ചാണോ? ആ ചോദ്യത്തിന് ഇന്നുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് വെച്ചാണ് ആ സൈന്യം കൊല്ലപ്പെട്ടതെങ്കിൽ, ചൈനീസ് ആർമിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെങ്കിൽ ചൈന ഇന്ത്യക്കകത്ത് കടന്നു എന്നുള്ളതല്ലേ? അപ്പോൾ ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധി മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉൾപ്പെടെ പല തവണ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. ഈ ഭാരത് ജോഡോ യാത്രയുടെ ഇടയ്ക്ക് ഈ വിഷയം രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് അന്ന് മറ്റ് ചില നമ്മുടെ സംഘടനയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന രീതിയിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊക്കെയാണ് പ്രശ്നം, പക്ഷെ ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ ചൈന ഇന്ത്യയുടെ മണ്ണിനകത്ത് കയറിയിരുന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. ഒരക്ഷരം മിണ്ടിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ മണ്ണിനകത്ത് ചൈന കടന്നിട്ടില്ല എന്നുള്ളത്, 1 ഇഞ്ച് പോലും ഇന്ത്യക്കകത്തേക്ക് ചൈന കടന്നിട്ടില്ല എന്നുള്ളൊരു പ്രസ്താവന കൂടി അദ്ദേഹം നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഉയർത്തിയാണ് ചൈന അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിൽ ചൈന ഇന്ത്യക്കകത്ത് കയറി എന്നുള്ള വാദത്തെ അവർ ഖണ്ഡിച്ചത്. അപ്പൊ ഏറ്റവും ദേശദ്രോഹപരമായ നിലപാടെടുത്തത് ഇന്ത്യയുടെ സൈന്യവും ഇന്ത്യയുടെ ലഡാക്കിൽ ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശത്തുള്ള നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികളെല്ലാം എടുത്ത നിലപാടിന് വിരുദ്ധമായിട്ട് ചൈന ഇന്ത്യക്കകത്ത് കടന്നിട്ടില്ല എന്ന് പ്രസ്താവിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അന്താരാഷ്ട്ര തലങ്ങളിൽ എല്ലാ ചർച്ചകൾക്കകത്തും ചൈന ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണ്.
അപ്പം ഇത്രമാത്രം വലിയൊരു ദേശദ്രോഹം, രാജ്യദ്രോഹം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് അധികാരമില്ല എന്നൊരു കോടതി വിധിച്ചാൽ ആ കോടതിയുടെ വില എന്താണെന്ന് കോടതി തന്നെ ചിന്തിക്കണം. കോടതിയുടെ മുൻപിൽ വന്ന കേസ് എന്താ? കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്ന കേസ് ഈ പരാമർശത്തെ സംബന്ധിച്ച് അപകീർത്തികരമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് കൊടുക്കുന്നത്. ഒന്ന്, അങ്ങനെ ഒരു ഒരു രാജ്യത്തിന്റെ സംവിധാനത്തെ കുറിച്ച്, അത് സൈന്യമാവട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവട്ടെ, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആവട്ടെ, ഏതെങ്കിലും ആവട്ടെ, അതിനെ സംബന്ധിച്ച് ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിൽ അപകീർത്തി പരാമർശവുമായിട്ട് ഒരു കോടതിയിൽ പോകാൻ അനുവദിക്കുന്നുണ്ടോ? നിയമം അനുവദിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കോടതിക്ക് അത് എന്റർടൈൻ ചെയ്യാൻ കഴിയുമോ? അപ്പൊ കോടതി അത് തെറ്റായ രീതിയിൽ തന്നെ എന്റർടൈൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല, ആ വിഷയത്തിനകത്തുള്ള ആധികാരികതയെ ഒന്നും മനസ്സിലാക്കാതെ അത് ഉന്നയിക്കുന്ന ഒരാളെ കോടതി ഒന്നും ആലോചിക്കണമല്ലോ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന പ്രിവിലേജസ് അദ്ദേഹത്തിന് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഒരു പദവിയാണ്. ആ ഭരണഘടനാ പദവിയുടെ ഉദ്ദേശം എന്താണ്? ആ ഭരണഘടനാ പദവിയുടെ ഉദ്ദേശം രാജ്യത്ത് ഭരിക്കുന്ന ഭരണകൂടം ചെയ്യുന്ന തെറ്റുകളെയും അവർക്ക് വരുന്ന വീഴ്ചകളെയും പൊതുജന മധ്യത്തിൽ ഉന്നയിക്കുകയും അവരോട് ചോദ്യം ചോദിക്കുകയും അവരിൽ നിന്ന് ചോദ്യത്തിന് ഉത്തരം മേടിക്കുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനുശേഷം ജനങ്ങൾ ബോധ്യപ്പെട്ട് അവരുടെ തീരുമാനം എടുക്കട്ടെ. പക്ഷെ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക്. അപ്പൊ ആ പ്രതിപക്ഷ നേതാവ് കോടതി പറഞ്ഞത് യാതൊരു വസ്തുതകളും പരിശോധിക്കാതെയാണ് എന്നുള്ളതാണോ? അതായത് രാജ്യത്തിന്റെ പരമോന്നത കോടതി ഒരു കാര്യത്തെ കുറിച്ച് വിമർശിക്കുന്നത് യാതൊരു രേഖകളും പരിശോധിക്കാതെയാണ് എന്നാണോ സാർ പറയുന്നത്? അല്ല, സുപ്രീം കോടതി ഏത് രേഖ പരിശോധിച്ചിട്ടാണ് കയ്യേറിയിട്ടില്ല എന്ന് പറഞ്ഞത്? സുപ്രീം കോടതി മുമ്പിൽ ഏതെങ്കിലും ഇന്ത്യൻ സൈന്യം അഫിഡവിറ്റ് കൊടുത്തു, സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടോ? സുപ്രീം കോടതിക്ക് മുന്നിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി അഫിഡവിറ്റ് കൊടുത്തോ, സത്യവാങ്മൂലം കൊടുത്തോ? ഒരു ഭൂമിയും കയ്യേറിയിട്ടില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്താൽ ആ അഫിഡവിറ്റിന്റെ പുറത്ത് വീണ്ടും ചർച്ചകൾ നടക്കണമല്ലോ. അതിൽ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനുമുള്ള രേഖകൾ, ഈ പ്രത്യേകിച്ച് ഞാനിപ്പോ സൂചിപ്പിച്ച ഈ കോൺഫറൻസിനകത്ത് ലഡാക്ക് ലേയുടെ എസ് പി പി ഡി നിത്യ പറഞ്ഞതുൾപ്പെടെ ഈ നമ്മുടെ സാറ്റലൈറ്റ് ഇമേജുകൾ, നമുക്ക് ലഭ്യമായിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ ഉൾപ്പെടെ വസ്തുതാപരമായ ചർച്ച ആ കോടതിക്കകത്ത് നടക്കണ്ടേ? ഇതൊന്നുമില്ലാതെ അത് രാഹുൽ ഗാന്ധി എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കാൻ സുപ്രീം കോടതിക്ക് എന്ത് അധികാരം ഇരിക്കുന്നു? ഒരാളുടെ, അത് രാഹുൽ ഗാന്ധിയുടെ ആവട്ടെ എന്റെ ആവട്ടെ, എന്റെ ഇന്ത്യൻനെസ്സിനെ കുറിച്ച്, എന്റെ ഭാരതീയതയെ കുറിച്ച്, എന്റെ ദേശീയതയെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ഈ സുപ്രീം കോടതിക്ക് എന്ത് അധികാരമുള്ളത്? അവരുടെ പെർവ്യൂവിൽ വരാത്തൊന്നല്ലേ? അവർ ചോദിക്കുന്ന ചോദ്യത്തിന് വസ്തുതാപരമായിട്ടുള്ള സത്യം യാഥാർത്ഥ്യം കണ്ടെത്തുകയും അതിനകത്ത് കോടതിയുടെ ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കുക എന്നുള്ളതിനുൾപ്പെടെ അപ്പുറം ആ ചോദ്യം ഉന്നയിക്കുന്ന ആളുടെ ദേശീയതയ്ക്ക് ടെസ്റ്റ് നടത്താൻ ആരാണ് ഈ സുപ്രീം കോടതി? ആ സുപ്രീം കോടതി സംഘീയ കോടതിയായി മാറുന്നു എന്നുള്ളതല്ലേ ഇതിന്റെ തെളിവ്. ആ സുപ്രീം കോടതിയിലെ ജഡ്ജി ഇന്നിപ്പോ പലരുടെ ഒപ്പം നിൽക്കുന്നതിന്റെ ഫോട്ടോയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പലരുടെയും രാഷ്ട്രീയ താല്പര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ മറ്റൊരു ജഡ്ജി BJP-യിൽ ചേർന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പോരാട്ടം, ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പരാതിയും പ്രശ്നവും ഇല്ല. കാരണം ഞങ്ങളുടെ പോരാട്ടം സംഘപരിവാർ നിയന്ത്രിക്കുന്ന മുഴുവൻ സംവിധാനങ്ങൾക്കെതിരെയാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തുന്ന പോരാട്ടം കേവലം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരല്ല, മറിച്ച് BJP-യുടെ സ്വാധീനത്തിലേക്ക് ഇന്ന് മാറ്റപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ, സുപ്രീം കോടതി ഉൾപ്പെടെ, നമ്മുടെ ജുഡീഷ്യറി ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്ന് സംഘപരിവാർ കൈപ്പിടിയിലിരിക്കുന്ന ഈ ഫാഷിസത്തിനെതിരായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം. അപ്പൊ അതുകൊണ്ട് ആ പോരാട്ടത്തിനകത്ത് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച്, മാന്യതയെ ലംഘിച്ച്, നിയമത്തിന്റെ ഒരു പരിരക്ഷയും ഇല്ലാതെ ചോദ്യം ചോദിക്കുന്ന ഭരണഘടനാ പദവിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് നിങ്ങളുടെ ദേശീയത എന്താണ് എന്ന് ചോദിക്കാൻ ഒരു കോടതി മുതിർന്നിട്ടുണ്ടെങ്കിൽ അത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. അത് ഞാൻ പറയുന്നത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ്. അത് കോടതി അലക്ഷ്യമാണെങ്കിൽ ആ കോടതി അലക്ഷ്യം നേരിടാൻ ഞാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്, അല്ലാതെ മനസ്സിലാക്കാതെ പറയുന്നതല്ല. BJP-യുടെ അജണ്ടയും സംഘപരിവാറിന്റെ നാവുമായിട്ട് കോടതികൾ മാറിയാൽ ആ കോടതിയെ ചോദ്യം ചെയ്യുക തന്നെ വേണ്ടിവരും. അത് ചോദ്യം ചെയ്യും. അത് ഇന്നത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണത്. സാറിന്റെ അഭിപ്രായങ്ങൾ എന്തായാലും വളരെ വിവാദപരമായിട്ടുള്ള രീതിയിലുള്ളതാണ്. സാറ് പറഞ്ഞതെല്ലാം എല്ലാവരും കേൾക്കട്ടെ, അവരവരുടേതായ രീതിയിൽ ചിന്തിക്കട്ടെ. ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് പൊതുജനം തീരുമാനിക്കട്ടെ. നന്ദി സർ.